ഹായ് മൈ ഡിയേഴ്സ്, എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും കെമിക്കൽ കൈനറ്റിക്സിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ നന്നായി മനസ്സിലാക്കിയോ? എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ തോന്നിയത് ടീച്ചേഴ്സുമായി ഡിസ്കസ് ചെയ്തുവോ? നമുക്കിന്ന് ക്ലാസ്സിൽ ആദ്യം കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാനം തന്ന അസൈൻമെൻറ്റുകളുടെ ആൻസേഴ്സ് നോക്കുകയാണ്. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത സമയത്ത് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് തോന്നിയോ? ചില ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ ഇതെനിക്ക് പറ്റില്ല, ടീച്ചറിനോട് അങ്ങ് ചോദിക്കാം എന്നങ്ങ് കരുതിയോ? പരീക്ഷയ്ക്കായാലും നമുക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നും അല്ലേ? ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ അത് അറ്റൻഡ് ചെയ്യാതെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടന്നു പോകും. പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഫ്രണ്ട്സുമായി ഡിസ്കസ് ചെയ്യുമ്പോഴായിരിക്കും അയ്യോ ഇതെനിക്ക് അറിയാമായിരുന്നല്ലോ. അപ്പോൾ ഒരിക്കലും നമുക്ക് ക്വസ്റ്റ്യൻസ് കണ്ട പാടെ ഒന്ന് അറ്റംപ്റ്റ് ചെയ്യാതെ അത് വിട്ടുകളയരുത്. പരീക്ഷ എഴുതുമ്പോൾ ആ ശീലം എല്ലാവരും ഓർക്കുമല്ലോ. തീർച്ചയായും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പലപ്പോഴും നമ്മളുടെ അടുത്തേക്ക് വരിക. ലൈഫിലായാലും നിങ്ങളത് ഓർക്കണം. സോ നത്തിങ് ഈസ് ഇമ്പോസിബിൾ. ദ വേർഡ് ഇമ്പോസിബിൾ ഇറ്റ് സെൽഫ് മീൻസ് ഐ എം പോസിബിൾ. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒന്ന് കണ്ടാലോ? സ്ക്രീനിലുണ്ട്, നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 1, അതിൻ്റെ ആൻസർ ഇതാണ്. റേറ്റ് ഈസ് ഈക്വൽ ടു -1/5 delta br minus by delta t is equal to minus delta BrO3 minus by delta t is equal to -1/6 delta H plus by delta t is equal to 1/3 delta Br2 by delta t is equal to 1/3 delta H2O by delta t. ഓക്കെ, ശരിയാണല്ലോ. ക്വസ്റ്റ്യൻ നമ്പർ 2 നമുക്ക് നോക്കാം. അതിൻ്റെ ആൻസർ ഇതാണ്. ആവറേജ് റേറ്റിൻ്റെ എക്സ്പ്രഷൻ മൈനസ് ഡെൽറ്റ ഓഫ് ആർ ബൈ ഡെൽറ്റ ടി. രണ്ട് ഡിഫറൻറ്റ് കോൺസെൻട്രേഷൻസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 0.2ഉം 0.02ഉം 0.03. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ടൈം നമ്മൾ ആദ്യം മിനിറ്റ്സിലുള്ളതാണ് കൊടുക്കുന്നത്. ദെൻ യു വിൽ ഗെറ്റ് ദി ആൻസർ 4 × 10⁻⁻⁴ മോൾ മിനിറ്റ് ഇൻവേഴ്സ്. ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായി നമ്മളോട് സെക്കൻഡ്സ് യൂണിറ്റിലും കണ്ടുപിടിക്കാൻ പറയുന്നു. ദെൻ ഡിവൈഡ് ദാറ്റ് ബൈ 60. യു വിൽ ഗെറ്റ് ദി ആൻസർ 6.67 × 10⁻⁻6 മോൾ സെക്കൻഡ് ഇൻവേഴ്സ്. ശരിയായിരുന്നല്ലോ ചെയ്തത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ആൻസർ നോക്കാമോ? അവിടെയും ആവറേജ് റേറ്റിൻ്റെ എക്സ്പ്രഷൻ 1/2 × ഡെൽറ്റ ഓഫ് എ ബൈ ഡെൽറ്റ ടി. രണ്ട് ഡിഫറൻറ്റ് കോൺസെൻട്രേഷൻസ് ഉണ്ട്, A2ഉം A1ഉം. ടൈം ഇൻ്റർവെല്ലും ഉണ്ട്. Then you will get the answer 5 × 10⁻³ മോൾ മിനിറ്റ് ഇൻവേഴ്സ്. ഓക്കെ, ശരിയാണല്ലോ. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടായിരുന്നില്ലേ നമ്മളുടെ അസൈൻമെൻറ്റിൽ? അവിടെ 4 സ്റ്റേറ്റ്മെൻറ്റുകളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു കൺഫ്യൂഷൻ വരാറുണ്ട്. കാരണം ഇവിടെ 3 റിയാക്റ്റൻറ്റുകളാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? റേറ്റ് എക്സ്പ്രഷനിലും ഈ 3 റിയാക്റ്റൻറ്റുകളുടെയും റേറ്റ് എക്സ്പ്രഷൻ കൺസിഡർ ചെയ്യണം. അതുപോലെ തന്നെ ആൻസർ സ്റ്റേറ്റ്മെൻറ്റുകളിൽ റിയാക്റ്റൻറ്റുകളുടെ മാത്രമാണ് കോൺസെൻട്രേഷൻസ് ഉള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നല്ലോ അല്ലേ? ഓക്കെ, അതിൻ്റെ ആൻസർ 1 ആണ്. റേറ്റ് എക്സ്പ്രഷൻ -1/2 dNA/dt. ആ NA എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ആണ്. ആക്റ്റീവ് മാസിന് പകരമായി നമ്മൾ നമ്പർ ഓഫ് മോൾസും എഴുതാറുണ്ട്. വിച്ച് ഈസ് ഈക്വൽ ടു -1/3 dNB/dt ഈസ് ഈക്വൽ ടു -2/3 dNC/dt. ഇനി ഇതിനെ നമ്മളൊന്ന് ഫ്രാക്ഷൻ മാറ്റി ആണ് അടുത്ത ഫോമിൽ എഴുതിയിരിക്കുന്നത്. അതാണ് നമ്മുടെ ആൻസറിലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ആൻസർ ഈസ് റേറ്റ് ഈസ് ഈക്വൽ ടു dNA/dt ഈസ് ഈക്വൽ ടു 2/3 dNB/dt ഈസ് ഈക്വൽ ടു 4/3 dNC/dt. അപ്പോൾ എല്ലാവർക്കും ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് എല്ലാം ശരിയായിരുന്നുവോ? അഥവാ തെറ്റിയിട്ടുണ്ടെങ്കിലും വിഷമിക്കാനൊന്നുമില്ല. അതിൽ എന്താണ് തെറ്റെന്ന് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. നമുക്കറിയാം രസതന്ത്ര പഠനം പരീക്ഷണങ്ങളില്ലാതെ ഒരിക്കലും പൂർണ്ണമാവില്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ആരംഭിക്കുന്നത് ഒരു പരീക്ഷണം ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഈ പരീക്ഷണത്തിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ടീച്ചർ നിങ്ങളെ ആദ്യം ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ശ്രദ്ധിക്കുമല്ലോ. ഈ പരീക്ഷണത്തിന് നമ്മൾ ആദ്യം ഉപയോഗിക്കുന്ന സാധനം സോഡിയം തയോസൾഫേറ്റ് പെല്ലറ്റ്സ് ആണ്. അടുത്തതായി കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇത് രണ്ടുമാണ് നമ്മൾ പ്രധാനമായും പരീക്ഷണത്തിൽ ഉപയോഗിക്കുന്ന റിയാക്റ്റൻസ്, അഭികാരകങ്ങൾ. ഇനി ഇതിൻ്റെ അനുബന്ധ സാധനങ്ങളാണ്
നമ്മളിവിടെ 2 കോണിക്കൽ ഫ്ലാസ്കുകൾ പരീക്ഷണം നടത്തുന്നത് ഇതിനകത്താണ്. ഇനി നോക്കൂ, ഒരു ബീക്കറുണ്ട് ഇവിടെ. നമുക്ക് ആസിഡിനെ ഒന്ന് നേർപ്പിക്കേണ്ടിയുണ്ട്. കോൺസെൻട്രേറ്റഡ് ആസിഡ് ആയതുകൊണ്ട് തന്നെ നമ്മളൊന്ന് നേർപ്പിച്ചിട്ടാണ് ഈ പരീക്ഷണത്തിൽ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് മെഷർ ചെയ്തെടുക്കേണ്ട സംഗതികളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഒരു മെഷറിംഗ് സിലിണ്ടറും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പരീക്ഷണത്തിൽ സമയം നോട്ട് ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ട്. സോ ഇതൊരു സ്റ്റോപ്പ് ക്ലോക്കാണ്. പിന്നെ ചില അനുബന്ധ ഉപകരണങ്ങളായിട്ടുള്ള സ്പാറ്റിലുണ്ട്, ഗ്ലാസ് റോഡുണ്ട്, പിന്നെ നമുക്ക് സൊല്യൂഷൻ ഉണ്ടാക്കാൻ വാട്ടർ നിറച്ചിരിക്കുന്ന വാഷ് ബോട്ടിൽ കണ്ടല്ലോ. ഇനി നോക്കൂ, ഈ പരീക്ഷണം നമ്മൾ ഒരു ക്രോസ് മാർക്ക് ചെയ്ത പേപ്പറിന്മേൽ വച്ചാണ് ഇതിൻ്റെ ഒബ്സർവേഷൻസ് നടത്തുന്നത്. അപ്പോൾ രസതന്ത്ര പരീക്ഷണങ്ങൾക്കൊക്കെ ഒബ്സർവേഷൻ്റെ പ്രാധാന്യം നിങ്ങൾക്കറിയാമല്ലോ. നിരീക്ഷണങ്ങൾ വളരെ കറക്റ്റായാൽ മാത്രമേ നമ്മൾ എത്തിച്ചേരുന്ന അനുമാനങ്ങളും കറക്റ്റ് ആവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നിരീക്ഷണം നമ്മൾ ഈ ക്രോസ് മാർക്കിൽ വച്ചുകൊണ്ടാണ് നടത്തുന്നത്. ശരി, നമുക്ക് പരീക്ഷണം തുടങ്ങിയാലോ. ആദ്യം സോഡിയം തയോസൾഫേറ്റിൻ്റെ സൊല്യൂഷൻ നിർമ്മിക്കുകയാണേ. അപ്പോൾ 2 കോണിക്കൽ ഫ്ലാസ്കിൽ 2 വ്യത്യസ്ത അളവിലാണ് സോഡിയം തയോസൾഫേറ്റ് ആഡ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ആദ്യത്തതിൽ ഞാൻ ഒരു സ്പാറ്റുലയാണ് ഫസ്റ്റ് കോണിക്കൽ ഫ്ലാസ്കിൽ ഇട്ടത്. രണ്ടാമത്തെ കോണിക്കൽ ഫ്ലാസ്കിൽ ഒരു സ്പാറ്റുല കൂടാതെ ഒരു അര സ്പാറ്റുലയും കൂടി ആഡ് ചെയ്തു. അപ്പോൾ നമുക്കിനി ഒന്നാമത്തെ കോണിക്കൽ ഫ്ലാസ്കിൽ സോഡിയം തയോസൾഫേറ്റിനെ സൊല്യൂഷൻ ആക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ 2 കോണിക്കൽ ഫ്ലാസ്കിലും ഒരേ അളവിലാണ് വാട്ടർ ഒഴിക്കുന്നത്. അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ചേഞ്ച് ആകില്ല എന്നറിയാമല്ലോ. സോ ഞാനൊരു 100 വരെയാണ് ഈ കോണിക്കൽ ഫ്ലാസ്കിൽ മാർക്കിംഗ് ഉണ്ട്. 100 വരെയാണ് ആദ്യത്തതിൽ വാട്ടർ ഒഴിക്കുന്നത്. റെഡി? രണ്ടാമത്തതിലും അതേ അളവിൽ 100 തന്നെയാണ് നമ്മൾ വാട്ടർ ആഡ് ചെയ്യുന്നത്. അപ്പോൾ 2 കോണിക്കൽ ഫ്ലാസ്കിൽ നമ്മൾ 100 ml വീതം വാട്ടർ ആഡ് ചെയ്തു. പക്ഷേ രണ്ടിലും വ്യത്യസ്ത അളവിലാണ് തയോസൾഫേറ്റ് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. എൻ്റെ വലത് കയ്യിലിരിക്കുന്നതിൽ 1.5 നമ്മൾ ആഡ് ചെയ്തത് കൂടുതൽ അളവിലും, ഇടത് കയ്യിലിരിക്കുന്നതിൽ ഒരു സ്പാറ്റുലയാണ് നമ്മൾ ആഡ് ചെയ്തത്. ഇനി ഇത് നന്നായിട്ട് ഡിസോൾവ് ചെയ്യും. പെല്ലറ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയമെടുത്ത് മാത്രമേ ഡിസോൾവ് ആകുകയുള്ളൂ. ഓക്കെ, നമുക്കിത് ഡിസോൾവ് ചെയ്യാനായിട്ടൊരു ഗ്ലാസ് റോഡിൻ്റെ സഹായത്തോടെ നന്നായിട്ട് ഡിസോൾവ് ചെയ്യിക്കാനാകും. ഗ്ലാസ് റോഡ് വെച്ച് സ്റ്റെയർ ചെയ്ത് നന്നായിട്ട് ഡിസോൾവ് ചെയ്യാം. അതുപോലെ രണ്ടാമത്തെ കോണിക്കൽ ഫ്ലാസ്കിലെ ഡിസോൾവ് ചെയ്യാതെ കിടക്കുന്ന പെല്ലറ്റ്സിനെയും ഗ്ലാസ് റോഡ് വെച്ച് സ്റ്റെയർ ചെയ്ത് ഡിസോൾവ് ചെയ്യാം. ഇപ്പോൾ രണ്ടാമത്തെ കോണിക്കൽ ഫ്ലാസ്കിലെ പെല്ലറ്റ്സ് ഡിസോൾവ് ചെയ്യാതെ കിടക്കുന്നതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഗ്ലാസ് റോഡ് വെച്ച് സ്റ്റെയർ ചെയ്ത് ഡിസോൾവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട് എക്സ്പെരിമെൻറ്റിൻ്റെതായി സൊല്യൂഷൻ പ്രിപ്പറേഷൻ ഓഫ് Na2H2O3 സോഡിയം തയോസൾഫേറ്റ്. ഇനി ഞാൻ ഈ സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷനുകളെ ശ്രദ്ധിക്കുമല്ലോ. നിങ്ങൾ ആദ്യത്തേത് എൻ്റെ റൈറ്റ് ഹാൻഡിലിരിക്കുന്നത് കൂടുതലായി കോൺസെൻട്രേഷൻ ഉള്ളതാണ്, ഇടത് കൈയിലുള്ളത് കുറച്ച് കോൺസെൻട്രേഷൻ ഉള്ളത്. ഞാൻ ഈ 2 സൊല്യൂഷൻസിനെയും ഫ്രണ്ടിലും ബാക്കിലുമായി നമ്മുടെ ക്രോസ് പേപ്പറിൽ വയ്ക്കുകയാണ്. ക്രോസ് മാർക്ക് ചെയ്ത പേപ്പറിൽ പ്ലേസ് ചെയ്തു. നമുക്കിനി രണ്ടാമത്തെ റിയാക്റ്റൻറ്റിനെ പ്രിപ്പയർ ചെയ്യലാണ് അടുത്ത പാർട്ടെന്ന് പറയുന്നത്. അറിയാമല്ലോ, കോൺസെൻട്രേറ്റഡ് HCl. ഹാൻഡിൽ ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആകുക. ലാബിലെ കെമിക്കൽസിൽ കോൺസെൻട്രേറ്റഡ് ആസിഡ്സ് ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ നന്നായി ശ്രദ്ധിച്ച് തന്നെ അത് ബോട്ടിലൊക്കെ ഓപ്പൺ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാനത് വളരെ കെയർഫുള്ളായി തന്നെ ഓപ്പൺ ചെയ്യുകയാണ്. ഇനി നമ്മുടെ മെഷറിംഗ് സിലിണ്ടറിൽ 5 ml ആണ് ഈ കോൺസെൻട്രേറ്റഡ് ആസിഡ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, നമ്മൾ 5 ml ആണ് എടുത്തതെന്ന് നമ്മുടെ കണ്ണിന് നേരെ പിടിച്ചൊന്ന് നോക്കണം, വിതൗട്ട് പാരലാക്സ് എറർ. കാരണം മെഷർമെൻറ്റ്സ് എല്ലാം വളരെ ആക്യുറേറ്റ് ആയാലേ
നമ്മളുടെ റിസൾട്ടുകളും അതുപോലെ ആക്യുറേറ്റ് ആവുകയുള്ളൂ. ഓക്കെ, 5 ml ആണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ 5 ml ഒരു ക്ലീൻ ബീക്കറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുവാണ്. ഇനി ഇതിലോട്ട് 20 ml ആണ് നമുക്ക് ആസിഡ് അളവ് വേണ്ടത്. അപ്പോൾ ഞാനവിടെ 15 ml ആണ് വാട്ടർ ആഡ് ചെയ്യുന്നത്. കാരണം 5 ml നമ്മൾ ഓൾറെഡി ആസിഡ് എടുത്തിട്ടുണ്ട്. ഇനി എനിക്ക് 20 ml ആണ് വേണ്ടത്. സോ ഞാൻ അതിലേക്കൊരു 15 ml കൂടി വാട്ടർ ആഡ് ചെയ്യുകയാണ്. അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കറക്റ്റായിട്ട് അതിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റാണെന്ന് ഉറപ്പാക്കിയ ശേഷം നേരത്തെ ഗ്ലാസ് റോഡ് ഉപയോഗിച്ച് എപ്പോഴും കോൺസെൻട്രേറ്റഡ് ആസിഡ് ഡൈല്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെള്ളം അതിലേക്ക് ഒഴിക്കുമ്പോൾ അല്പം വേണം ഒഴിക്കാൻ. ഒരുമിച്ച് ഒഴിക്കാൻ പാടില്ല, സ്റ്റെർ ചെയ്യുകയും വേണം. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് ഒഴിച്ചു, വീണ്ടും ഒഴിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ ഡൈല്യൂട്ട് ചെയ്തെടുത്തു. കോൺസെൻട്രേറ്റഡ് ആസിഡിനെ നമുക്ക് വേണ്ട അളവിൽ ഡൈല്യൂട്ട് ചെയ്തെടുത്തു. ഈ ഡൈല്യൂട്ട് ചെയ്തെടുത്ത കോൺസെൻട്രേറ്റഡ് HCl, അതായത് ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഡൈല്യൂട്ട് HCl ആണ് രണ്ടാമത്തെ റിയാക്റ്റൻ്റ് ഇന്നത്തെ റിയാക്ഷനിൽ. ഓക്കെ, ഇനി ഈ റിയാക്ഷൻ നടക്കാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇവിടുത്തെ സമയം നോട്ട് ചെയ്തേണ്ടതുണ്ട്. അതിനാണ് നമ്മൾ നേരത്തെ സ്റ്റോപ്പ് ക്ലോക്കും കൂടി ഇവിടെ എടുത്ത് വച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഈ 2 ക്രോസ് മാർക്കുകളും വിസിബിൾ ആണല്ലോ അല്ലേ? ഞാൻ ആദ്യം പരീക്ഷ നടത്താൻ പോകുന്നത് ഫ്രണ്ടിലിരിക്കുന്ന ഈ കോണിക്കൽ ഫ്ലാസ്കിലാണ്. അതിലേക്ക് നമ്മൾ ആദ്യം 10 ml ആണ് നമ്മൾ നേർപ്പിച്ച് വെച്ച ഹൈഡ്രോക്ലോറിക് ആസിഡിനെ ആഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, 10 ml എടുത്തിട്ടുണ്ട്, കറക്റ്റാണ്. ഇത് ആഡ് ചെയ്യുന്ന സമയം തന്നെ ഇവിടെ നടക്കുന്ന റിയാക്ഷൻ്റെ സമയം ടൈം നോട്ട് ചെയ്യാൻ വേണ്ടി സ്റ്റോപ്പ് ക്ലോക്കും ഓൺ ചെയ്യണം. എന്നിട്ട് നിങ്ങളത് നോട്ട് ചെയ്യാനായിട്ട് ബുക്കും പേനയൊക്കെ വെച്ചിരിക്കുമല്ലോ, എത്രയാണ് ആ സമയത്തിലെ വ്യത്യാസം എന്ന് നോട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഞാനിത് ആഡ് ചെയ്യുവാണ്. ആഡ് ചെയ്യുന്ന സമയം തന്നെ സ്റ്റോപ്പ് ക്ലോക്കും ഓൺ ചെയ്യുന്നുണ്ട്. ശ്രദ്ധിക്കുക, ആ ക്രോസ് മാർക്ക് നമുക്ക് വിസിബിൾ ആകുന്നുണ്ട്. അത് എപ്പോഴാണോ വിസിബിൾ അല്ലാതാകുന്നത് ആ സമയത്താണ് നമ്മൾ സ്റ്റോപ്പ് ക്ലോക്ക് ഓഫ് ആക്കുകയും ടൈം നോട്ട് ചെയ്യുകയും ചെയ്യുന്നത്. നിങ്ങൾക്ക് ആ റിയാക്ഷൻ നടക്കുന്നത്, ആ ചേഞ്ച് അവിടെ കാണാൻ പറ്റും. ക്രോസ് മാർക്ക് മറഞ്ഞു പോകുന്നത് ഇപ്പം തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാനാവും. നന്നായിട്ട് നോക്കുക. ഓക്കെ, കറക്റ്റ് അല്ലേ? 25 കണ്ടല്ലോ. 25 ആയപ്പോൾ നമ്മുടെ റിയാക്ഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇനി സെക്കൻഡ് കോണിക്കൽ ഫ്ലാസ്കിലേക്ക് നമ്മൾ ഡൈല്യൂട്ട് HCl ആഡ് ചെയ്യുവാണ്. ഇതേപോലെ തന്നെ സെയിം കോൺസെൻട്രേഷനുള്ള സെയിം അളവിൽ 10 ml തന്നെ ആണ് നമ്മൾ വീണ്ടും ആഡ് ചെയ്യുന്നത്. എന്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത തയോസൾഫേറ്റിൻ്റെ അളവിൽ മാത്രമാണ് വ്യത്യാസം. സോ ഞാൻ ആഡ് ചെയ്യാണ്. അതേസമയം തന്നെ സ്റ്റോപ്പ് ക്ലോക്കും ഓൺ ചെയ്യും. ശ്രദ്ധിക്കുമല്ലോ. റിയാക്ഷൻ നടക്കുന്നുണ്ട്. ആ ഒപ്പേക്ക്നെസ്, അതായത് ക്രോസ് മാർക്ക് വിസിബിൾ ആകാതാകുന്ന സമയം വേണം നമുക്ക് നോട്ട് ചെയ്യാൻ. കണ്ടല്ലോ, ഒരു 17 കഴിഞ്ഞു. ഏകദേശം 20നോടടുത്ത് സെക്കൻഡ് എത്തിയപ്പോഴാണ് നമ്മുടെ ക്രോസ് മാർക്ക് മറഞ്ഞത്. ഇവിടെ നടന്ന കെമിക്കൽ റിയാക്ഷൻ സ്ക്രീനിലുണ്ട്, നോക്കിക്കോ. Na2H2O3 plus 2HCl gives S plus SO2 plus 2NaCl. Sodium thiosulfate react with dilute acid to produce sulfur dioxide, sulfur and water. Sulfur dioxide is a soluble gas and dissolves completely in aqueous solution. The sulfur formed, however, is insoluble and exists in the mixture as a white or pale yellow precipitate or a colloid that gives a milky appearance and makes the solution opaque. Therefore, the rate of the reaction can be studied by monitoring the opaqueness of the reaction. This can be easily done by measuring the time taken T for forming a certain amount of sulfur. Okay, അപ്പോൾ നമ്മുടെ ഈ റിയാക്ഷനിൽ
ക്രോസ് മാർക്ക് മറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അവിടെ സൾഫറിൻ്റെ ഫോർമേഷൻ നടക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ എന്ന് മാത്രമല്ല, ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കോൺസെൻട്രേഷൻ കൂടിയ കോണിക്കൽ ഫ്ലാസ്കിൽ കുറച്ച് സമയം കൊണ്ട് തന്നെ ക്രോസ് മാർക്ക് മറയുകയാണ് ഉണ്ടായത്. അപ്പോൾ കോൺസെൻട്രേഷന് റിയാക്ഷൻ്റെ റേറ്റുമായുള്ള ബന്ധം ഇവിടെ വ്യക്തമാവുകയാണ്. ഓക്കെ, ദ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻറ്റ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ. ആസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻറ്റ് ഇൻക്രീസസ്, നമ്പർ ഓഫ് റിയാക്ടിംഗ് മോളിക്യൂൾസ് ഓൾസോ ഇൻക്രീസസ്. മനസ്സിലായോ? ഇനി എന്തുകൊണ്ടാണ് കോൺസെൻട്രേഷൻ കൂടുമ്പോൾ റിയാക്ഷൻ്റെ റേറ്റ് കൂടുന്നത് എന്നുള്ളതാണ് പറഞ്ഞത്. അവിടെ റിയാക്ട് ചെയ്യുന്ന മോളിക്യൂൾസിൻ്റെ നമ്പറും കൂടുകയാണ്. അപ്പോൾ നമ്മുടെ ഈ പരീക്ഷണം കൊണ്ട് നമ്മൾ എന്താണ് ഇന്നത്തെ ഈ കെമിക്കൽ കൈനറ്റിക്സ് ക്ലാസ്സിൽ ഉദ്ദേശിച്ചതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഓക്കെ, കൈനറ്റിക് സ്റ്റഡീസ് ഹെൽപ്സ് ടു ഡിറ്റർമൈൻ റേറ്റ് ആൻഡ് ഓൾസോ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റേറ്റ്. നമ്മൾ ഇൻട്രൊഡക്ഷനിലേ പറഞ്ഞ കാര്യമാണ്. ഇവിടുത്തെ ഫാക്ടർ കോൺസെൻട്രേഷനാണ്. ഇനി നിങ്ങൾക്ക് നമ്മൾ ഈ ചെയ്ത എക്സ്പെരിമെൻറ്റിനെ തന്നെ മറ്റ് ഫാക്ടേഴ്സായ ടെമ്പറേച്ചർ വച്ചിട്ട് വീണ്ടും ചെയ്ത് നോക്കാവുന്നതാണ്. അതൊരു പ്രോജക്റ്റായി ഒക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കൂടാതെ ഗേഷ്യസ് റിയാക്റ്റൻറ്റുകളാണ് വരുന്നതെങ്കിൽ അവിടെ വരുന്ന ഫാക്ടർ പ്രഷറാണ്. പിന്നെ കാറ്റലിസ്റ്റ് എന്നൊരു ഫാക്ടർ കൂടി റിയാക്ഷൻ റേറ്റിനെ അഫക്റ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ നമ്മൾ റിയാക്ഷൻ റേറ്റിൻ്റെ കോൺസെൻട്രേഷനുമായുള്ള ബന്ധം ഒരു ലോയുടെ ഫോമിൽ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ലോയുടെ പേര് റേറ്റ് ലോ എന്നാണ്. സോ നമുക്ക് റേറ്റ് ലോ എന്താണെന്ന് നോക്കാം. ദ റെപ്രസെൻറ്റേഷൻ ഓഫ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻസ് ഈസ് നോൺ ആസ് റേറ്റ് ലോ. മനസ്സിലായോ? അതായത് റിയാക്ഷൻ്റെ റേറ്റിനെ എന്തിൻ്റെ ടേമിൽ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ, റിയാക്റ്റൻറ്റുകളുടെ കോൺസെൻട്രേഷൻ്റെ ടേമിൽ റെപ്രസെൻ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കുന്നത്? റേറ്റ് ലോ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത ബ്യൂട്ടൈൽ ക്ലോറൈഡിൻ്റെ ഹൈഡ്രോളിസിസ് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നുവല്ലോ. കോൺസെൻട്രേഷൻ എന്ത് സംഭവിക്കുകയാണ്? കോൺസെൻട്രേഷൻ റിയാക്റ്റൻറ്റിൻ്റെത് കുറയുന്നതിനനുസരിച്ച് റിയാക്ഷൻ റേറ്റ് ഫോൾ ഡൗൺ ചെയ്യുകയാണ് അല്ലേ, അല്ലെങ്കിൽ സമയം കഴിയുന്നതനുസരിച്ച് റിയാക്ഷൻ റേറ്റ് ഫോൾ ഡൗൺ ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ കണ്ട പരീക്ഷണത്തിലും അങ്ങനെ തന്നെയാണ്. റിയാക്ഷൻ്റെ റേറ്റ് നമ്മൾ റിയാക്റ്റൻറ്റിൻ്റെ അളവ് കൂടിയതിൽ വളരെ കുറച്ച് സമയം കൊണ്ട് റിയാക്ഷൻ നടക്കുന്നതായാണ് കണ്ടത്. ഓക്കെ, ഇവിടെ നമ്മൾ റേറ്റ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ അതിലൂടെ റേറ്റ് കോൺസ്റ്റൻറ്റ്, ഈ രണ്ട് കാര്യങ്ങൾ അടുത്തതായി മനസ്സിലാക്കാൻ പോവുകയാണ്. ശ്രദ്ധിക്കുമല്ലോ. ഇതിനായി നമ്മളൊരു ജനറൽ റിയാക്ഷൻ ഇവിടെ അസ്യൂം ചെയ്യുന്നു. A moles of A plus B moles of B gives C moles of C plus D moles of D. അതിൻ്റെ റേറ്റ് എക്സ്പ്രഷൻ ഇതാണ്. റേറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് A റേസ് ടു X ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B റേസ് ടു Y. ഈ എക്സും വൈയും പുതിയ രണ്ട് ടേമുകളാണ്. ശ്രദ്ധിക്കുക, എയും ബിയും നമ്മുടെ ഇക്വേഷനിൽ തന്നെയുള്ള അതിൻ്റെ സ്റ്റോഷ്യോമെട്രിക് കോഎഫിഷ്യൻസ് ആണ്. പക്ഷേ എക്സും വൈയും എന്ന് പറയുന്നത് മറ്റ് രണ്ട് ഇൻറ്റിജേഴ്സാണ്. അപ്പോൾ ഈ റേറ്റ് എക്സ്പ്രഷനെ നമുക്ക് റേറ്റ് കോൺസ്റ്റൻറ്റ് കൂടി, അല്ലെങ്കിൽ പ്രൊപ്പോർഷണാലിറ്റി മാറ്റി കോൺസ്റ്റൻറ്റ് കൊടുത്ത് ഇപ്രകാരം എഴുതാം. റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എക്സ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു വൈ. അതിന് നമുക്ക് ഡിഫറൻഷ്യൽ ഫോമിലും എഴുതാം. മൈനസ് ഡി ബൈ ഡി ടി ഓഫ് ആർ ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എക്സ് ഇൻറ്റു ബി റേസ് ടു വൈ. ഇതിനെ ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ എന്ന് പറയും. അതിലെ ആ കെ എന്ന് പറയുന്ന ടേമിനെ റേറ്റ് കോൺസ്റ്റൻ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ റേറ്റ് എക്സ്പ്രഷൻ മനസ്സിലായി. അതിൽ നിന്നും നമ്മൾ ഉണ്ടാക്കിയ റേറ്റ് കോൺസ്റ്റൻ്റ് എന്താണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് റേറ്റ് ലോയെ ഒന്ന് ഡിഫൈൻ ചെയ്ത് നോക്കിയാലോ. റേറ്റ് ലോ ഈസ് ദ എക്സ്പ്രഷൻ ഇൻ വിച്ച് റിയാക്ഷൻ റേറ്റ് ഈസ് ഗിവൺ ഇൻ ടേംസ് ഓഫ് molar concentration of reactants with each term raised to some power which may or may not be same as the stoichiometric coefficient of the reacting species in the balanced chemical equation. നമ്മൾ റേറ്റ് ലോ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞതാണ്, എന്താണ്, റിയാക്ഷൻ്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനിലെ സ്റ്റോഷ്യോമെട്രിക് കോഎഫിഷ്യൻസ് തന്നെ ആകണം എന്നില്ല റേറ്റ് എക്സ്പ്രഷനിൽ. അപ്പോൾ അവിടെ നമുക്കൊരു ചെറിയ കൺഫ്യൂഷൻ വരുന്നുണ്ടല്ലേ. അതെന്താ അങ്ങനെ വരും? നമുക്ക് ആ കൺഫ്യൂഷൻ ഒന്ന് മാറ്റാനായി ഒരു റിയാക്ഷനെ കൺസിഡർ ചെയ്ത് അതിൻ്റെ എക്സ്പെരിമെൻ്റൽ ഡേറ്റ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയാലോ. ഇതാണ് ആ റിയാക്ഷൻ. 2NO plus O2 gives 2NO2. ആ റിയാക്ഷൻ്റെ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ രണ്ട് റിയാക്റ്റൻറ്റുകളുടേതും NOയുടേതും O2ൻ്റെതും ഉണ്ട്.
ഇനിഷ്യൽ റേറ്റും അവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, ഇവിടെ റിയാക്ഷൻ്റെ റേറ്റിനെ നമ്മുടെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ പ്രകാരമാണോ അവരുടെ റിയാക്റ്റൻറ്റുകളുടെ കോൺസെൻട്രേഷൻ സ്വാധീനിക്കുന്നതെന്നാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് റോ ടേബിളിൽ നോക്കൂ, രണ്ട് റിയാക്റ്റൻറ്റും 0.30 വീതമാണ്. പക്ഷേ അടുത്തതായി നമ്മൾ ഒരാളെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചുകൊണ്ട്, അതായത് ഓക്സിജനെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചുകൊണ്ട് NOയെ ഡബിൾ ചെയ്യുകയാണ്, 0.60 എന്നാക്കി. Then what happened to the initial rate? It became 0.384. നോക്കൂ, അതിൻ്റെ 4 times ആയി മാറി. അതായത് നമ്മൾ NOയുടെ കോൺസെൻട്രേഷൻ ഡബിൾ ചെയ്തപ്പോൾ അതിൻ്റെ സ്ക്വയർ ആയി മാറി റേറ്റിൻ്റെ വാല്യൂ. ശരിയല്ലേ? നോക്കൂ, മൂന്നാമത്തെ റോയിൽ എന്താ ചെയ്തിരിക്കുന്നത്? NOയുടെ കോൺസെൻട്രേഷനെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചുകൊണ്ട് ഓക്സിജൻ്റെ കോൺസെൻട്രേഷനെ എന്ത് ചെയ്തു? ഡബിൾ ചെയ്തു. അപ്പോൾ എന്താ വന്നിരിക്കുന്നത്? റേറ്റ് വാല്യൂ 0.192 ആണ് അല്ലേ? അപ്പോൾ ഇനിഷ്യൽ 0.96ൻ്റെ ഇൻറ്റു 2 ആണ്. അല്ലെങ്കിൽ നമ്മൾ എത്രയാണോ ഓക്സിജനെ ആക്കിയത് ഡബിൾ ചെയ്ത അതേ പവർ തന്നെയാണ് റേറ്റിനും വരുന്നത്. നമുക്ക് ലാസ്റ്റ് റോയിലാണെങ്കിലോ രണ്ടും 4 times അല്ലെങ്കിൽ 4 into 2 എന്ന് ആണ് റേറ്റ് വാല്യൂ. 8 times ആണ് റേറ്റ് വാല്യൂ വന്നിരിക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? റേറ്റ് എക്സ്പ്രഷൻ എക്സ്പെരിമെൻ്റലായിട്ട് നോക്കിയപ്പോൾ NOയുടെ കോൺസെൻട്രേഷൻ സ്ക്വയർ വാല്യൂവും Oൻ്റെ കോൺസെൻട്രേഷൻ റേസ് ടു 1 വരുന്ന രീതിയിലുമാണ് ഈ റിയാക്ഷൻ്റെ റേറ്റ് വരുന്നത്. നമുക്ക് ആ റേറ്റ് എക്സ്പ്രഷൻ നോക്കിയാലോ. റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു NO റേസ് ടു 2 ഇൻറ്റു O2 അല്ലെങ്കിൽ O2 റേസ് ടു 1. ഡിഫറൻഷ്യൽ ഫോമിൽ എഴുതിയാൽ മൈനസ് dR/dt ഈസ് ഈക്വൽ ടു K NO റേസ് ടു 2 ഇൻറ്റു O2. ഓക്കെ, സോ ഇത് ഈ റിയാക്ഷൻ്റെ മാത്രം കേസാണ് കേട്ടോ. ഇതിനെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ജനറലൈസ് ചെയ്ത് എല്ലാ റിയാക്ഷനും ബാലൻസ്ഡ് ഇക്വേഷൻ പോലെയാണെന്ന് പറയാൻ പറ്റില്ല. ഇവിടെ നോക്കൂ, NOയുടെ ബാലൻസ്ഡ് ഇക്വേഷനിലത് കോഎഫിഷ്യൻ്റ് 2 ആണ്, O2ൻ്റേത് 1 ആണ്. റേറ്റ് എക്സ്പ്രഷനിലും എത്ര തന്നെയാണ് വന്നിരിക്കുന്നത്? 2ഉം 1ഉം തന്നെയാണ്. സോ ഫോർ ദിസ് റിയാക്ഷൻ ഇൻ ദ റേറ്റ് ഇക്വേഷൻ ഡിറൈവ്ഡ് ഫ്രം ദ എക്സ്പെരിമെൻ്റൽ ഡേറ്റ the exponent of the concentration terms are same as their stoichiometric coefficients in the balanced chemical equation. Okay. ഇനി മറ്റ് ചില ഇക്വേഷൻസ് നോക്കൂ. CHCl3 plus Cl2 gives CCl4 plus HCl. അതിൻ്റെ റേറ്റ് എക്സ്പ്രഷൻ റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു CHCl3 ഇൻറ്റു Cl2 റേസ് ടു 1/2 ആണ്. നോക്കൂ, അവിടെ Cl2ൻ്റെ റേസ് ടു പവർ 1/2 ആണ്. പക്ഷേ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനിലാണെങ്കിലോ 1 ഉണ്ടല്ലേ. അടുത്ത ഇക്വേഷൻ നോക്കൂ, എസ്റ്ററിൻ്റെ ഹൈഡ്രോളിസിസ് ആണ്. CH3COO C2H5 പ്ലസ് H2O gives CH3COOH പ്ലസ് C2H5OH. റേറ്റ് എക്സ്പ്രഷൻ നോക്കൂ, റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു CH3COO C2H5 റേസ് ടു 1 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2O റേസ് ടു 0. ഈ റിയാക്ഷൻ്റെ ഒരു പ്രത്യേക തരം റിയാക്ഷനാണ്. നമ്മൾ അടുത്ത ഭാഗത്ത് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പക്ഷെ അവിടെയും H2O ഇവിടെ വന്നിട്ടില്ല. കോൺസെൻട്രേഷൻ H2Oയുടേത് റേറ്റ് എക്സ്പ്രഷനിൽ കൺസിഡർ ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ഇറ്റ് ഈസ് അവിടെ കോൺസെൻട്രേഷൻ റേസ് ടു 1 ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ റേറ്റ് ലോ ഫോർ എനി റിയാക്ഷൻ കനോട്ട് ബി പ്രഡിക്റ്റഡ് ബൈ മിയർലി ലുക്കിംഗ് അറ്റ് ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ, ദാറ്റ് ഈസ് തിയറട്ടിക്കലി, ബട്ട് മസ്റ്റ് ബി ഡിറ്റർമൈൻഡ് എക്സ്പെരിമെൻ്റലി. മനസ്സിലായല്ലോ? റേറ്റ് ലോയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇക്വേഷൻ നോക്കി, ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ നോക്കി തിയറട്ടിക്കലായിട്ട് ഒരിക്കലും റേറ്റ് ലോ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എങ്ങനെ പറ്റുള്ളൂ? എക്സ്പെരിമെൻ്റ് നടത്തി ഓരോ റിയാക്റ്റൻറ്റിൻ്റെയും എത്ര അളവാണ് റേറ്റിനെ സ്വാധീനിക്കുന്നതെന്ന് കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റേറ്റ് എക്സ്പ്രഷൻ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് റേറ്റിൽ നിന്നും ഉരുത്തിരിഞ്ഞ് വരുന്ന അല്ലെങ്കിൽ ഈ റേറ്റ് എക്സ്പ്രഷനിൽ നിന്നും വരുന്ന റിയാക്ഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ടേമിലേക്കാണ് വരുന്നത്, ഓർഡർ ഓഫ് എ റിയാക്ഷൻ. Okay, the sum of the powers of concentration of the reactants in the rate law expression is called order of that chemical reaction. അതായത് ഒരു കെമിക്കൽ റിയാക്ഷനിലെ നമ്മളിപ്പോൾ കണ്ടു റേറ്റ് എക്സ്പ്രഷൻ എഴുതുമ്പോൾ എങ്ങനെ എഴുതിയത്, റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു A റേസ് ടു X ഇൻറ്റു B റേസ് ടു Y അല്ലേ. അവിടെ എക്സും വൈയും നമ്മുടെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ് ആയ എയും ബിയും ആയിട്ടുള്ള റിലേഷൻ നമ്മളിപ്പോൾ എക്സ്പെരിമെൻറ്റ് നടത്തി കണ്ടു കഴിഞ്ഞു. പക്ഷേ എക്സും വൈയും ചിലപ്പോഴൊക്കെ എയും ബിയും സെയിം ആകാം. എന്തായാലും ഓർഡർ ഈസ് ഈക്വൽ ടു സം ഓഫ് എക്സ് ആൻഡ് വൈ അല്ലെങ്കിൽ എക്സ് പ്ലസ് വൈ. ഇനി ഈ വാല്യൂവിനനുസരിച്ച് നമുക്ക്
റിയാക്ഷനുകളെ തരംതിരിക്കുകയും ചെയ്യാം. ഓക്കെ, ഓർഡർ ചിലപ്പോഴെങ്കിലും 0 വരാറുണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്തൊരു സെഷനിൽ പറയും. 0 ഓർഡർ റിയാക്ഷൻസ് എന്നാണ് പറയുന്നത്. റിയാക്റ്റൻറ്റുകളുടെ കോൺസെൻട്രേഷനെ സ്വാധീനിക്കുകയേ ചെയ്യാതെ ചിലപ്പോഴെങ്കിലും റിയാക്ഷൻസ് നടക്കാം, അല്ലെങ്കിൽ സം ഓഫ് ദ പവേഴ്സ് അവിടെ 0 ആയിരിക്കും. അത്തരം റിയാക്ഷൻസിനെ 0 ഓർഡർ റിയാക്ഷൻ എന്ന് പറയും. ഇനി ഓർഡറിൻ്റെ വാല്യൂ 1 വന്നാൽ ഇറ്റ് ഈസ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, 2 വന്നാൽ സെക്കൻഡ് ഓർഡർ, 3 വന്നാൽ തേർഡ് ഓർഡർ. ഇനി ഓർഡറിൻ്റെ വാല്യൂ ഫ്രാക്ഷൻസും വരാം. 1/2 വന്നാൽ ഇറ്റ് ഈസ് ഹാഫ് ഓർഡർ റിയാക്ഷൻ. ഓക്കെ, ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്ത് നോക്കിയാലോ. സ്ക്രീനിലുണ്ട്. കാൽക്കുലേറ്റ് ദി ഓവറോൾ ഓർഡർ ഓഫ് എ റിയാക്ഷൻ വിച്ച് ഹാസ് ദ റേറ്റ് എക്സ്പ്രഷൻ റേറ്റ് ഈസ് ഈക്വൽ ടു k a raised to 1/2 into b raised to 3/2. Rate is equal to k a raised to 3/2 b raised to -1. ചെയ്ത് നോക്കുമല്ലോ നിങ്ങൾ, എളുപ്പമല്ലേ? ഓർഡർ കണ്ടുപിടിക്കാൻ എന്ത് മാത്രം ചെയ്താൽ മതി? ആ പവേഴ്സിനെ സം ചെയ്താൽ മതി. ഓക്കെ, ആൻസർ കാണിക്കട്ടെ. ഓർഡർ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ആണ്. 1/2 പ്ലസ് 3/2 ആണ് ആദ്യത്തെ ഓർഡർ, വിച്ച് ഈസ് 2, ദാറ്റ് ഈസ് സെക്കൻഡ് ഓർഡർ. ഇനി അടുത്തതിൽ 1/2 ആണ് ഓർഡറിൻ്റെ ആൻസർ കിട്ടുന്നത്. ദെയർഫോർ ദ റിയാക്ഷൻ ഈസ് ഹാഫ് ഓർഡർ. നമുക്കിതുമായി ബന്ധപ്പെട്ട അസൈൻമെൻ്റ് ആണ് ഇനി സ്ക്രീനിലുള്ളത്. നോക്കിക്കോ. അപ്പോൾ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം കണ്ടല്ലോ. എല്ലാത്തിൻ്റെയും ആൻസേഴ്സ് കണ്ടെത്തി ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുക. എല്ലാവരും സേഫായിരിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി.